പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ കഴിഞ്ഞ സ്നേക്ക് മാസ്റ്റർ ഭാഗങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീടിനടുത്ത്, ശ്രീയാറിൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു സാറിൻ്റെ വീടിന് മുന്നിൽ അദ്ദേഹം ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ കാട്ടിനകത്ത് എന്തോ 2 പാമ്പുകൾ ചുറ്റി പെനയുന്ന കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഓഫീസിൽ പോകേണ്ടതുള്ള എന്നെ വിളിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ ഭാഗ്യം പോലെ ഞാനും കൗമുദി ടീമും സ്ഥലത്തുണ്ട്. അദ്ദേഹം എന്തായാലും പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് പാമ്പിനെ പേടിയൊന്നുമില്ല. കാരണം ഇവിടെ 3-4 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. ആ പറമ്പിൽ ഒത്തിരി പാമ്പുണ്ട്. അവരൊന്നിനെയും ഉപദ്രവിക്കുന്നത്. ഇവിടെ മരപ്പട്ടിയും അങ്ങനെയുള്ള ജീവികളൊക്കെ ഒത്തിരി ഉള്ളതാണ്. അവർ സുഖമായി ജീവിക്കുന്നു. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് ഈ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് സമയം കളയാനല്ല, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി നോക്കാം ആ അതിഥികൾ എവിടെയാണ് കിടക്കുന്നത്. എന്തായാലും നമ്മുടെ അതിഥിയെ അദ്ദേഹം പറഞ്ഞ സാറ് പറഞ്ഞ സ്ഥലം ഈ ഗേറ്റിൻ്റെ പുറത്താണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെയൊന്നും കാണുന്നില്ല. നല്ലതായിട്ട് ചപ്പ് പുല്ല് പറന്ന് കിടപ്പുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് ഭാഗങ്ങൾ നോക്കാം. നമുക്ക് ആ അതിഥിയെ, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥിയെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും എനിക്ക് ഉറപ്പായി അദ്ദേഹം ഇവിടെ കാണുന്നു. കാരണം ഈ പുല്ലൊക്കെ ഇപ്പോൾ നവംബർ-ഡിസംബർ മാസം അണലിയുടെയും മുറുക്കിൻ്റെയൊക്കെ ഇണയം ചെറിയ മാസമാണെന്ന് പറഞ്ഞപ്പോൾ ഇതതിൻ്റെ ലാസ്റ്റ് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചപ്പൊക്കെ, ഈ പുല്ലൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ മിക്കവാറും മാറ്റിങ് ആയിരിക്കും. നമുക്ക് എന്തായാലും സമയം കളയേണ്ട, നോക്കാം. നമുക്ക് അതിഥി ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് എന്തായാലും തപ്പിയെടുക്കാം. നമ്മളെന്തായാലും രണ്ട് അതിഥികളെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു. എന്തായാലും നമുക്ക് ഒന്നിനെ കാണാൻ കഴിയും. അദ്ദേഹം ഈ ചപ്പിൽ കൂടി ഈ കാട്ടിനകത്തൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പേര് നമുക്ക് ശേഷം നോക്കാം. രണ്ടുപേരെയും കാണുന്നത് അടുത്തടുത്തവർ 2 പേരും അടുത്തവർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. 2 പേരും 2 പേരും എന്തായാലും ഒരതിഥിയെ നമ്മൾ പിടികൂടി. ഇദ്ദേഹം ഫീമെയിൽ, പെണ്ണണലിയാണ്. അവരുടെ മാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് 2 ദിവസം 3 ദിവസമായി കാണും മാറ്റിംഗ് കഴിഞ്ഞിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മാളം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നല്ല പ്രതലം അല്ലെങ്കിൽ ചപ്പ് കയറി കിടന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം അത് പോകാതെ ഇവിടെ തന്നെ കിടന്നത്. കാരണം ഒന്ന്, രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇവിടെ ഒരുപാട് കാട് കയറി കിടന്ന സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോകാൻ. നമുക്ക് എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കാം. അതിനുശേഷം 2 പേരെയും ഒരുമിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താം. ആ 2 അതിഥികളിൽ
ഒരാളിനെ പിടികൂടി. അടുത്ത അതിഥി ഇവിടെ ഈ ഒരു ചെടിയുടെ മൂട്ടിൽ അങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ആ അതിഥിയെ കൂടി പിടിച്ച് ചാക്കിലാക്കിയിട്ട് രണ്ടുപേരെ ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടും. എന്തായാലും നമ്മുടെ അതിഥിയെ ഇനി അങ്ങോട്ട് കടത്തി വിടണം. നമുക്ക് അതിഥിയെ എടുക്കാം. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ അതിഥി നമ്മൾ പിടികൂടി. മെയിലും ഫീമെയിലും, പെണ്ണും ആണുമാണ് ഈ രണ്ടുപേരും. മാറ്റിംഗ് സമയം, അവരുടെ മാറ്റിംഗ് ആയിരുന്നു. മാറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2 ദിവസം കഴിഞ്ഞു. കാരണം മാറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകാതിരുന്നത് ഇവിടെ അവർക്ക് വസിക്കാൻ പറ്റിയ താവളമോ അല്ലെങ്കിൽ മാളമോ കാണാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ, നമ്മുടെ അതിഥിയെ, നമ്മുടെ അണലി, ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മൾ പിടികൂടി. തെറ്റി. ആദ്യം പിടിച്ചത് മെയിലും ഇത് ഫീമെയിലുമാണ്. ആദ്യം പിടിച്ചത് ആണും രണ്ടാമത്തെ ഇത് പെണ്ണുമാണ്. മാറ്റിങ് കഴിഞ്ഞ് നല്ല ഇതായിട്ട് നല്ല ദിവസം 2-3 ദിവസമായി കാണും മാറ്റിങ് കഴിഞ്ഞിട്ട്. ഇവരെ നമ്മളെന്തായാലും അധികം ശല്യപ്പെടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാമ്പുകളുടെ മാറ്റിങ് കഴിഞ്ഞാൽ അത് പിന്നെ അധികം സ്പീഡിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വയറ്റിൽ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് മാറ്റിങ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുട്ട ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്തുമ്പോൾ ആ മുട്ടയ്ക്ക് കുലുക്കം ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ചില വയറ്റിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ അളവിൽ കൂടുതൽ ഔഷധം കടിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 അതിഥികളെ ഒരുമിച്ച് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ ചാക്കിലാക്കിയ അണലിയെ, പെണ്ണെന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, പക്ഷേ പെണ്ണല്ല, അതാണാണ്. ഇതാണ് ഫീമെയിൽ പെണ്ണ്. ആ അണലിയെ കൂടി നമ്മുടെ കരങ്ങൾ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീം അതിന് പകർത്താൻ ശ്രമിക്കുന്നു. ഇത് ഏറ്റവും റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാരണം 2 മാറ്റിങ് നടന്നുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെപ്പോഴും ശരീരം നല്ല ടയർഡായിരിക്കും. അപ്പോൾ 2 പേരെയും ഒരുമിച്ച് എടുക്കുക ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ശ്രമിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മുടെ പ്രേക്ഷകർ അത്രയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം, സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ ദൗത്യം 100% വിജയിച്ചു. കാരണം ഒരു ഈ പാമ്പുകൾ റോഡ് സൈഡിൽ വഴി സൈഡിൽ മാറ്റിങ് നടക്കുന്നു, അല്ലെങ്കിൽ 2 പാമ്പുകൾ ഇണചേരുന്നു, അല്ലെങ്കിൽ 2 പാമ്പുകൾ ചുറ്റിപ്പനയുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹം അങ്ങ് പോവുകയും അദ്ദേഹം പോയിട്ടാണെങ്കിൽ നമ്മൾ വൈകിട്ടാണെങ്കിലും കുറച്ച് അല്പം വൈകിയെങ്കിലും സ്നേക്ക് മാസ്റ്റർ ടീം എത്തി. അത് നമ്മളവിടെ തേടി ആ ചപ്പിനകത്തുനിന്ന് തന്നെ, അദ്ദേഹം പറഞ്ഞ ഏരിയയിൽ ആ ചപ്പിനകത്തുനിന്ന് തന്നെ നമുക്ക് 2 അതിഥികളെയും പിടികൂടാൻ കഴിഞ്ഞു. എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് മെയിലും എൻ്റെ ഇടതുവശത്തെ കയ്യിൽ ഇരിക്കുന്നത് ഫീമെയിലുമാണ്. കണ്ടു കഴിഞ്ഞാൽ പക്ഷേ 2 പേരുടെയും തല ഒരുപോലെ, ചുണ്ട് ഒരുപോലെ കൂർത്തിരിക്കുന്നു. ഇത് നമ്മുടെ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അതിഥികളാണ് ഇവർ 2 പേരും. ഇവരുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന പാമ്പുകളിൽപ്പെട്ട ആളാണ് ഇവർ. രാജവെമ്പാല കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അണലി വർഗ്ഗമാണ്. ഇവയ്ക്ക് ഏത് ദിശയിലേക്കും ചാടി കടിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വയറ്റിലോ തുടയിലോ ഒക്കെ ചാടി കടിക്കാം. അത് കാരണം ഇത് 2 അടിയോളം അകലം മാത്രമേ എൻ്റെ ശരീരവും ഇവരും തമ്മിലുള്ളൂ. ഈ 2 അടിയോളം നീളത്തിൽ അവർക്ക് നല്ല ഇതായിട്ട് നല്ല പ്രഷർ ചെയ്ത് അല്ലെങ്കിൽ നല്ല സഡനായിട്ട് അവർക്ക് എത്തി കടിക്കാൻ അതിനുള്ള ശ്രമമാണ് നമ്മുടെ മെയിൽ അണലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന അതിഥി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, 2 പേരും കാണുക. നിങ്ങളെപ്പോഴും ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഇവരുടെ 2 പേരുടെ ശരീരം കണ്ടാൽ അറിയാം. ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകളാണ് ഇവിടെ ശരീരത്തിൽ കണ്ടുവരുന്നത്. ഫീമെയിൽ ചട്ട പൊഴിച്ചിട്ടാണ് ഇണ ചേർന്നിരിക്കുന്നത്. മെയിൽ ചട്ട പൊഴിച്ചിട്ടില്ല. ചട്ട പൊഴിച്ചിട്ട് ഇണ ചേർന്നതിന് ശേഷം ചട്ട പൊഴിക്കുന്നു. ഇതിപ്പം ഫീമെയിൽ ചട്ട പൊഴിച്ചതിന് ശേഷം ഇണ ചേർന്നിരിക്കുകയാണ്. അതാണ് നല്ല സൗന്ദര്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ അവർ 2 പേരും ഇണയായതുകൊണ്ട് അവരുടെ ആ ഒരു മാറ്റിങ് കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഒരുമിച്ച് നമ്മളവരെ വെച്ചപ്പെടുത്തിക്കുക. അവരുടെ നാക്കുകൊണ്ട് അവർ നല്ല സെൻസ് ചെയ്യുകയാണ്. ഒന്ന്, അവർ തമ്മിലുള്ള പരസ്പര കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാവുന്നതാണ്. നന്നായിട്ട് മറ്റ് പാമ്പുകളെ പോലെയല്ല,
മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലിപ്പോൾ അടിയിലാണ്, ഫീമെയിൽ മുകളിലാണ്. അതുപോലെ ഫീമെയിലിനൊരു പ്രത്യേകത കാണുന്നുണ്ട്, ഫീമെയിലിനടുത്ത് കടിക്കാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. കാരണം ഫീമെയിൽ കവിള് വീർപ്പിക്കുക എന്നാൽ അടുത്ത് കടിക്കാൻ വേണ്ടി ഗ്ലാൻഡിന് അനക്കം വെക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ള സ്നേക്ക് മാസ്റ്ററിൻ്റെ യാത്ര നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വ്യത്യസ്തരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഇവർ തമ്മിൽ കടിച്ചുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല. അവരുടെ വനം അവരുടെ വയറ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകുന്നില്ല. ഇവർക്ക് അവർ തമ്മിൽ കടിക്കുമ്പോൾ വലിയ പലയുണ്ട വനം നേരെ വയറ്റിലേക്കേ പോകത്തുള്ളൂ. അത് ഇവർക്ക് മരണത്തിലേക്ക് കാരണമാക്കുന്നില്ല. ഇത് റസൽസ് വൈപ്പർ തന്നെയാണ്, ചേനത്തണ്ടാണ്. രക്തയണലി എന്ന് നമ്മുടെ പൂർവികർ വിളിക്കുന്ന രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് ആണ് ഇവർ. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഇവർ കഴിഞ്ഞ നമ്മുടെ ഈ പാമ്പിനെ പിടിച്ച സ്ഥലത്ത് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ തേങ്ങ അടത്താൻ വന്നപ്പോൾ തേങ്ങ പിറക്കാനൊക്കെ ശേഖരിക്കാനായി വന്ന ഒരാളിനെ ഇതിൻ്റെ അപ്പുറത്ത് വെച്ച് അണലിയുടെ കടിയേറ്റു. 2-3 മാസം അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥയാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അതിൽ പെട്ട ഏതെങ്കിലും അദ്ദേഹത്തിനെ കടിച്ച അതിഥിയാണോ ഇദ്ദേഹം എന്നെനിക്കറിയില്ല. കാരണം ആ പാമ്പിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അവിടെ ഒരുപാട് പാമ്പ് അണലിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇദ്ദേഹം. അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ അണലിയുടെ കടിയേറ്റ് പാലക്കാട് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ CTCRI സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്കായി ഫാമിലിയായിട്ട് വന്ന് താമസിച്ചിരുന്ന ശ്രീമാൻ ഗോപാലകൃഷ്ണൻ നായർ അവറുകൾ രാത്രി അതിൽ സഞ്ചരിക്കുമ്പോൾ ഒരണലിയുടെ കടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒട്ടനവധി അണലി ഉള്ള ഒരു മേഖലയാണ്. എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം സിറ്റിക്കകത്ത്, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും അണലികളില്ല. സിറ്റിക്കകത്ത് അണലിയുടെ സാന്നിധ്യം കുറവാണ്. ഇപ്പം ഞങ്ങളുടെ ഈ സ്ഥലവും സിറ്റി ആയിരിക്കുകയാണ്. പക്ഷേ എന്നാലും അണലി കുറഞ്ഞില്ല. മറ്റ് നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം സിറ്റി, തമ്പാനൂർ ആ മേഖലയിലേക്കാണ്, കരമന, ജഗതി ആ മേഖലയിൽ അണലിയില്ല. ഇവിടെ ഈ മേഖല റൂറൽ ഏരിയയിൽ അണലി ധാരാളമായി കണ്ടുവരുന്നു. പ്രസവിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇപ്പോൾ നവംബർ ഡിസംബറിൽ ഇണചേരുന്നെങ്കിലും ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇവരുടെ വയറ്റിനകത്ത് മുട്ട തയ്യാറാവുകയും ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവർ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും പ്രസവിക്കുക എന്നാൽ മുലയൂട്ടണം, പ്രസവിക്കുകയല്ല, മുട്ട തന്നെയാണ് അണലിയുടെ വയറ്റിൽ തയ്യാറാകുന്നത്. മുട്ട വയറ്റിനകത്ത് വെച്ച് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന പാമ്പ് എന്ന് ഇവരെ അറിയപ്പെടുന്നത്.